നമസ്കാരം സ്വാമിജി. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു അന്നത്തിൻ്റെ ഒരു വഴിയിലായിരുന്നു. ഈ കോശാന്തര വ്യാപാരങ്ങളിൽ അന്നത്തിൻ്റെ ഒരു മായികമായൊരു ലോകമുണ്ടെന്ന്, ഒരു അന്നമില്ലെങ്കിൽ ഇതൊന്നുമില്ല എന്നൊരു തോന്നൽ, നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമി? തീർച്ചയായും പോകാം. അതിൽ നമ്മൾ ഒരു പ്രത്യേകമായ ഒരു കാര്യത്തിൽ കൊണ്ട് നമ്മൾ നിർത്തിയത്, കഴിഞ്ഞ ഭാഗം നിർത്തിയത്, അന്നത്തിൻ്റെ ഒരു ലോകം സ്വതന്ത്രമായി തുറന്നു കൊടുത്തപ്പോൾ വന്ന മാലിന്യ ധോരണി. അതെ, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. അതെ, ഒരു ബ്രോയിലർ ചിക്കൻ, അതിൻ്റെ വേസ്റ്റുകൾ ഇന്ന് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളെ, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വേസ്റ്റ്, ഇലക്ട്രോണിക് തലങ്ങൾ, സിന്തറ്റിക് തലങ്ങൾ സംയുക്തമായി വരുന്ന കെമിക്കൽ എനർജി ചേർന്ന രാസ ഊർജ സംബന്ധിയായ വേസ്റ്റ് ഭക്ഷണത്തോട് ബന്ധപ്പെട്ട് വികസിക്കുന്നു എന്നത് നാം അറിയാതെ പോകും. എന്ന് പറഞ്ഞാൽ കോഴിയുടെ ചിറക്, എൻ്റെ പപ്പും പൂടയുമൊക്കെ, അതെന്ത് സാധനമാണ്? അത് സിന്തറ്റിക് പോലൊരു പദാർത്ഥമല്ലേ? അതിൻ്റെ കെമിസ്ട്രി എന്താണ്? അത് തിന്നുകയല്ല ചെയ്യുന്നത്, വേസ്റ്റായിട്ട് വരികയായി. ഒരു 10 കിലോഗ്രാം കോഴിയുടെ മാംസം എടുക്കുമ്പോൾ 1 കിലോഗ്രാമെങ്കിലും ഈ വേസ്റ്റ് വരും. എങ്ങനെ? നഖം, ചുണ്ട്, അതിൻ്റെ ചിറക് തുടങ്ങിയ വേസ്റ്റ് കോഴിയിലേക്ക് കടത്തിവിട്ടത് സിന്തറ്റിക് ഹോർമോണുകളാണ്. പ്രത്യേകിച്ചും കോൺട്രാസെപ്റ്റീവ് ഹോർമോൺസ്. ഇവ കൊടുത്താണ് കോഴിയുടെ ബയോക്ലോക്ക് മാറ്റി മൈറ്റോസിസ് നടത്തി വളർത്തിക്കൊണ്ടിരുന്നത്. അത് നമുക്ക് പിന്നീട് കാണാൻ വളരെ വിപുലമായ വിഷയമാണ്. ശരി സ്വാമി. അനേകം എപ്പിസോഡുകൾ എടുക്കാവുന്ന ഒരു വിഷയമാണ്. ഇത് ചേർന്നൊരു പദാർത്ഥം വേസ്റ്റായിട്ട് ഒരു പറമ്പിൽ കൂട്ടിയിടേണ്ടി വരും. ആഹാരം എനിക്ക് കഴിക്കണം, അതിന് വേണ്ടത് മാത്രം കണ്ടിച്ചെടുത്തിട്ട് അതിൻ്റെ വേസ്റ്റ്, അതിൻ്റെ ഡിസ്പോസൽ എൻ്റെ ധർമ്മമല്ല. അത് മുനിസിപ്പാലിറ്റിയോ ഗവൺമെൻറ്റോ പഞ്ചായത്തോ ഒക്കെ ഏറ്റെടുക്കണം. എനിക്ക് ഹോട്ടൽ നടത്തണം, അതിനുവേണ്ടി ഞാൻ വലിച്ചു പൊളിക്കുന്ന ഈ കോഴിയുടെ വേസ്റ്റുകളും മറ്റ് വേസ്റ്റുകളും മുഴുവൻ വേറൊരാൾ ഡിസ്പോസൽ ചെയ്യണം. ഭക്ഷ്യ വ്യവസായത്തെ മാത്രം അടിസ്ഥാനമാക്കി നോക്കിയാൽ സാമൂഹികമായി വേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സമൂഹം ഖജനാവിനെ കാലിയാക്കുവാൻ തക്കവണ്ണം പണം മുടക്കിയിട്ടും വേസ്റ്റ് ഡിസ്പോസൽ സാധിക്കാതെ ഗ്രാമവും നഗരവും വൃത്തികേടാക്കുന്ന ഒരു സമൂഹം ആരായിരിക്കും? ഞങ്ങളുടെ സമൂഹം തന്നെയല്ലേ സ്വാമിജി? ഈ ആധുനികമായ ഒരു സമൂഹം, ആധുനിക സമൂഹം കഴിച്ചുകൂട്ടുന്ന ഈ ഭക്ഷണം ഒരു കിലോ അരി വീട്ടിൽ വേവിച്ചു, ഒരു ചക്കക്കുരു തൊലിച്ച് കൂട്ടാൻ വെച്ചു, ഒരു ചെറുപയർ മെഴുക്കുരട്ടിയുണ്ട്, ഒരു വാഴയിൽ നിന്ന് 4 ഏത്തക്ക പറിച്ച് തിന്നു. എത്ര വേസ്റ്റ് ഈ മണ്ണിലുണ്ടാവും? എത്ര രോഗങ്ങളുണ്ടാവും? എത്ര സാമൂഹിക പ്രശ്നങ്ങളുണ്ടാവും?
ശരിയാണ് സ്വാമിജി. അപ്പോൾ നിങ്ങളുടെ ആക്ടിവിസ്റ്റുകളുടെയോ മാധ്യമങ്ങളുടെയോ നിങ്ങളുടെ ഭരണാധികാരികളുടെയോ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങളുടെയോ പഠനങ്ങളിൽ ആത്മാർത്ഥതയോ സത്യസന്ധതയോ ചരിത്രത്തോട് നീതി പുലർത്തുന്ന സ്വഭാവമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കും. ലളിതമായി 3 നേരം കഞ്ഞിയോ ചോറോ കഴിച്ച് അല്ലെങ്കിൽ പുട്ടോ കടലയോ കഴിച്ച് ലളിതമായി ജീവിക്കുന്ന ഒരു കുടുംബം അവൻ്റെ ചുറ്റുപാടും ഉണ്ടാക്കുന്ന ഗാർഹിക മാലിന്യവും ആധുനിക ഭക്ഷ്യ വ്യവസായത്തിൻ്റെ ഫലമായി ജീവിക്കുന്ന ഒരു സമൂഹം ഉണ്ടാക്കുന്ന കിണറ്റിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം കോരി പാള കെട്ടിയോ, പാള എന്ന് പറയുന്നത് കവുങ്ങിൻ്റെ പാള, അത് ചുട്ടി കൂട്ടി കെട്ടി വെള്ളം കോരും, കുടം കൊണ്ട് കോരും, തൊട്ടി കൊണ്ട് കോരും, ഏതുകൊണ്ടും ആകട്ടെ കോരട്ടെ, അതിൽ നിന്ന് കുറച്ച് വെള്ളവും കുടിച്ച് ലളിതമായി ഭക്ഷണവും കഴിച്ച് പരസ്പരം സ്നേഹിച്ച് അച്ഛനെയും അമ്മയെയും നോക്കി കുഞ്ഞിനെ നോക്കി ജീവിച്ചിരുന്ന ഒരു തലമുറയെ ആധുനിക വിദ്യാഭ്യാസവും ആധുനിക സാങ്കേതിക വിദ്യയും പറഞ്ഞു മോഹിപ്പിച്ച് സർവവും തിന്നാവുന്ന പരുവത്തിലാക്കി അവൻ ഉണ്ടാക്കി കൂട്ടുന്ന ഈ വേസ്റ്റുകളും മാലിന്യങ്ങളും ഡിസ്പോസൽ ചെയ്യുവാൻ നിവർത്തിയില്ലാതെ എല്ലാത്തിൻ്റെയും ഉൽപ്പാദന പ്രക്രിയ ഒരു പിടി മണ്ണിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ മണ്ണിൽ അധ്വാനിക്കുന്നതിൻ്റെ വിയർപ്പ് കൊണ്ട് മാത്രം ഇവയെല്ലാം ഡിസ്പോസൽ ചെയ്യേണ്ടതിൻ്റെ വരെ പണമുണ്ടാക്കിക്കൊണ്ടുവരുന്ന ഒരു കൃത്രിമ വളർച്ച ദുരന്തമല്ലേ? തീർച്ചയായും. ഇതിനകത്ത് നിന്നുകൊണ്ടല്ലേ എല്ലാ ആക്ടിവിസ്റ്റുകളും സംസാരിക്കുന്നത്, ഞാനും അങ്ങും സംസാരിക്കുന്നത്. ഇതൊരു പ്രഹേളിക തന്നെയാണ്. ആത്മഹത്യാപരമായ ഒരു വികാസമല്ലേ ഇത്? ഇതില്ലാതെ പറ്റില്ല, ഇതില്ലാതെ ചിന്തിക്കാൻ പറ്റില്ല, ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇത് ജീവിതവുമായി എന്തു ബന്ധമാണ് ഇതിനുള്ളത്? പിന്നോട്ട് നടക്കാൻ പറ്റില്ല എന്നൊക്കെയാണല്ലോ. ഇനി പുറകോട്ട് പോകാൻ പറ്റില്ല. ഇതെങ്ങനെയാണ് മുന്നോട്ടാകുന്നത്? അതേ സ്വാമിജി. പുറകോട്ട് നടക്കണമെന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് പിന്നോട്ടാകുന്നത്, മുന്നോട്ടാകുന്നത്? മുന്നോട്ടാണോ നടന്നത്? നമ്പർ 1. ഇതില്ലാതെ പറ്റില്ല. ഇതിൻ്റെ ആവശ്യം എന്താണ്? വാക്കുകൊണ്ടുള്ള കളിയല്ലേ ഉള്ളൂ. അതെ അതെ, പണത്തിൻ്റെയും. ഇതെന്താവശ്യത്തെയാണ് സാധൂകരിക്കുന്നത്? എന്ത് തരം സന്തോഷത്തെയാണ് പ്രദാനം ചെയ്യുന്നത്? എന്ത് സമാധാനമാണ് ലോകത്തിന് നൽകുന്നത്? ഏത് നേട്ടമാണിത് രാഷ്ട്രത്തിനോ ഗ്രാമത്തിനോ സംഭാവന ചെയ്യുന്നത്? ഏത് തരം അറിവാണ് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇത് നൽകുന്നത്? സ്വപ്നത്തിലെങ്കിലും ഏത് ദർശനമാണ് ഇത്തരമൊരു വികാസം ജനതയ്ക്ക് നാളേക്ക് ആധാരമായി നൽകി കൊടുക്കുന്നത്? ചോദ്യങ്ങളൊക്കെ വളരെ കൃത്യമാണ് സ്വാമിജി. പക്ഷേ വളരെ നെഗറ്റീവായിട്ടുള്ള മറുപടി മാത്രമേ ഉള്ളൂ. ഈ ചോദ്യങ്ങൾക്കെല്ലാം അങ്ങനെ കൊടുക്കുന്നില്ല, അങ്ങനെ ഇല്ല എന്ന് പറയുന്ന നെഗറ്റീവ് ചിന്തകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നിൽക്കേ പുറകോട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് ഇനി ജീവിക്കുക? ശാസ്ത്രത്തിൻ്റെ സംഭാവനകളെന്ന് പറയാവുന്ന ആധുനിക പേയവസ്തുക്കൾ, കുടിക്കാവുന്നവ, കൊക്കോക്കോളയും തംസപ്പും പെപ്സിയും മിരിണ്ടയും ഒക്കെ അടങ്ങുന്ന ഒട്ടേറെ എണ്ണം, പേര് പറഞ്ഞവയേക്കാൾ കൂടിയ പേര് പറയാത്തവയുടെ എണ്ണം വളരെ കൂടുതലായി ഉണ്ടാവും. ഇതെല്ലാം കുപ്പികളിലാണ്. ഇതൊന്നും ഗ്ലാസ് ബോട്ടിലുകളിലല്ല, പെറ്റ് ബോട്ടിലുകളിലോ ഒക്കെയാണ്. പെറ്റും പ്ലാസ്റ്റിക്കുമെല്ലാം, കൃത്യമായി ഓർമ്മ പോരാ വാക്ക്, ഞാൻ അതിന് പ്രിപ്പയർഡല്ല,
എങ്കിലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പോളി യൂറിത്തിൻ ടെട്രേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടെട്രേറ്റ് ആണെന്നാണ് തോന്നുന്നത്. ആ സാധനം pH വാല്യൂ ഉള്ള ഒരു വസ്തു അതിൽ ഒഴിച്ചാൽ അത് ലയിക്കും. അമേരിക്ക ഇതിനെ ഫുഡ് ക്വാളിറ്റിയിൽ പെടുത്തിയിട്ടുണ്ട് എന്ന ഒരൊറ്റ കണ്ടീഷനിലാണ് ഇന്ത്യയിലുമൊക്കെ ഈ സാധനത്തിൽ കഷായവും എല്ലാം വയ്ക്കാൻ അനുവാദം കൊടുക്കുന്നത്. പ്രധാനപ്പെട്ട ആയുർവേദ കമ്പനികളൊക്കെ കഷായ കുപ്പികൾ ഇതായിട്ടുണ്ട്. കാരണം ഈ പെട്ടിയെടുത്ത് എറിഞ്ഞാലും പൊട്ടൂല. പക്ഷേ ഗ്ലാസ് ബോട്ടിലാകുമ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരിടത്തുനിന്ന് മറ്റൊരിടത്ത് എത്തിക്കാനൊക്കെ. അതിൽ അരിഷ്ടാസവങ്ങൾ അത്രയും കുഴപ്പമില്ല. പക്ഷേ കഷായങ്ങൾക്ക് pH വാല്യൂ ഉണ്ട്. അങ്ങൊരു കുപ്പി ദശമൂലം കഷായമോ ഇന്ദുകാന്തം കഷായമോ ഏത് കഷായവും ആയിക്കോട്ടെ ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് വാങ്ങുന്നതിന് മുമ്പ് കൃത്യമായി പുതിയൊരു പെറ്റ് ബോട്ടിൽ വാങ്ങിച്ച് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വാങ്ങിച്ച് അതിനെ തൂക്കുക, കോമൺ ബാലൻസിൽ തൂക്കുക. അതിൻ്റെ തൂക്കം എഴുതി വെച്ചിട്ട് അതിനകത്ത് ഈ സാധനം നിറയ്ക്കുക. ഒരു 6 മാസം കഴിഞ്ഞ് ഇതെടുത്ത് കുപ്പിയിൽ നിന്ന് മാറ്റുക കഷായം. എന്നിട്ട് ആ കുപ്പിയൊന്ന് കഴുകി തുടച്ചെടുക്കുക. മനസ്സിലായി? എന്നിട്ട് തൂക്കുക. എത്ര ഗ്രാമിൻ്റെ കുറവുണ്ടെന്ന് നോക്കുക ബോട്ടിൽ. അത് ഈ സാധനത്തിനകത്ത് ലയിച്ചിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മുഴുവൻ ഇന്ന് വരുന്നത് പ്ലാസ്റ്റിക്കിലാണ്. സാമ്പാറും ചോറും കറിയുമെല്ലാം പ്ലാസ്റ്റിക്കിലാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ ഇവൻ കഴിച്ചിട്ട് ഇവൻ്റെ മലം സൂക്ഷിച്ചു വെക്കുകയാണ്. ഇന്ത്യയിൽ പണ്ട് ഉണങ്ങിപ്പോവുകയാണ്. ആ വഴിയിലൂടെയാണ് ഉറവകൾ പലപ്പോഴും കടന്നു വരുന്നത്. ലീച്ച് പിറ്റിൻ്റെ അവിടെ സെപ്റ്റി ടാങ്കിൽ ലീച്ച് പിറ്റ് എന്ന് പറയുന്ന ഒരെണ്ണത്തിലെ വെള്ളം മഴക്കാലത്തും മറ്റും കലർന്ന് കിണറ്റിലേക്കെത്തും, കുളങ്ങളിലേക്കെത്തും. ഭൂഗർഭജലത്തെ ആധാരമാക്കി ജീവിക്കുന്ന ഒരു സമൂഹത്തിന് ആ ജലം അല്പം പോലും മലിനമാകാതിരിക്കുവാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഭൂമിയിൽ കുഴിച്ചിരുന്ന വസ്തുക്കളെയാണ്. നമ്മുടെ ഗവൺമെൻറ് വാട്ടറിൻ്റെ പൊല്യൂഷനൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇരുമ്പിൻ്റെ അംശവും മറ്റും കൂടിപ്പോയാൽ ആ വെള്ളം കുടിക്കേണ്ടെന്ന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ എത്രയോ അപകടകരങ്ങളായ സാധനങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ ടൗൺഷിപ്പുകളിലെല്ലാം മലത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് വെള്ളത്തിനകത്ത്. മനുഷ്യ മലത്തിൻ്റെ അളവ്. ഈ മാലിന്യങ്ങളുടെ വളർച്ചയിലേക്ക് നമ്മെ എത്തിച്ചത് ആധുനിക ഭക്ഷണ രീതിയാണ്. മരിച്ചു പോകുന്നവന്റെ തലമുടിയിൽ വരെ വിഷം കത്തി നിൽക്കുമ്പോൾ അവനെ അഗ്നിക്കിരയാക്കാതെ മണ്ണിലേക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ സമീപവാസികൾ കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് എന്തെല്ലാം രോഗങ്ങളുടെ വളർച്ചയുണ്ടാകാം. നിങ്ങളും ഞാനും കഴിച്ച ആഹാരം നമ്മുടെ ശരീരത്തിനകത്ത് രോഗങ്ങളെ സൃഷ്ടിച്ച് അതിൻ്റെ സാധ്യതകൾ മുഴുവൻ വളർത്തി വലുതാക്കി നിർത്തിയിട്ട് നമ്മുടെ മരണം കഴിഞ്ഞ് നമ്മുടെ അടുത്ത തലമുറ നമ്മളെ കൊണ്ടുപോയി കുഴിച്ചിട്ട് അതിനടുത്ത സ്ഥലത്ത് കുത്തിയ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ച് അവരും ഈ രോഗത്തിലേക്ക് വഴുതി വീഴുമ്പോൾ സാമൂഹ്യ ക്രമത്തെ ഇങ്ങനെയാക്കി മാറ്റുന്നതിൽ ആഹാരം എത്ര പങ്കുവഹിക്കും? ഇത് മനസ്സിലായി. ആലോചിച്ചിട്ടില്ല, ഇങ്ങനെ ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. ഇതിൻ്റെ ഒരു തലം നോക്കുമ്പോഴാണ് ആധുനിക ഭക്ഷണ രീതിയുടെ വ്യാവസായിക പുരോഗതി. 20 വർഷത്തിനുള്ളിൽ
ഒരു വീട്ടിൽ ഒരു തന്തയ്ക്കും തള്ളയ്ക്കും കുഞ്ഞിനും കൂടെ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം തന്നെത്താൻ ഉണ്ടാക്കി കഴിഞ്ഞ് ആ പാത്രം കഴുകിയാലുള്ള വേസ്റ്റും ആ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റും അവിടെ ഒരു പട്ടിക്ക് തിന്നാനേ ഉണ്ടാവും, ഒരു പന്നിക്ക് തിന്നാനേ ഉണ്ടാവും. മനസ്സിലായി? മനസ്സിലായി സ്വാമിജി. ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ച് സ്വന്തം വീട്ടിൽ പോയി സുഖസുന്ദരമായി കിടന്നുറങ്ങുമ്പോൾ 10-12 ഹോട്ടലുകളുടെ മാലിന്യം മുഴുവൻ തിന്നാൻ അവിടെ ആവശ്യത്തിന് പന്നിയും പട്ടിയും ഇല്ലാതിരിക്കുക, അവയൊന്നും വളർത്താൻ സമ്മതിക്കാതെ പട്ടിപിടുത്തക്കാർ ഓടി നടക്കുകയും പന്നിയെ വളർത്തുന്നത് ലൈസൻസോടുകൂടിയാക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ വേസ്റ്റ് മുഴുവൻ തിന്നില്ലെങ്കിലും ശ്വാസോച്ഛ്വാസം വഴിയായും ഭക്ഷണം വഴിയായും സ്പർശനം വഴിയായും ആധുനിക മനുഷ്യൻ തന്നെത്താൻ തിന്നു തീർക്കണം. അവൻ്റെ സന്തതി പരമ്പരകൾ ഇത് തിന്ന് തന്നെ ജീവിക്കണം. അവൻ തിന്നുന്ന ശരിയായ ഭക്ഷണത്തെക്കാളേറെ അവൻ്റെ ശ്വാസപ്രക്രിയയിലും അവൻ്റെ ആഹാരത്തിലും ഈ മാലിന്യങ്ങൾ പെട്ട് ഇവനിത് തിന്ന് രോഗിയായി തീരണം എന്ന പ്രപഞ്ച നിയമമാണ് അനുസ്യൂതം നടക്കുന്നത്. മാലിന്യത്തിനെതിരെ സമരത്തിന് പോകാൻ ഇവരുടെ മനസ്സ് മുഴുവനും മാലിന്യം പോലുമാണ്. പകരം വസ്തുതയെ പഠിച്ചിട്ട് എങ്ങനെ ഇതേ ആളുകൾ തന്നെയാണ് ഈ ഹോട്ടൽ സംസ്കൃതി ഉണ്ടാകാൻ തക്കവണ്ണം കുടുംബ സംസ്കൃതികൾ തകർത്തെറിഞ്ഞത് പുരോഗതിയുടെ പേരിൽ. കാരണം ഇവർ ആദ്യം മുതലേ എല്ലാത്തിനെയും എതിർക്കാൻ മാത്രം ജനിച്ചവരാണ്, വസ്തുതകൾ പഠിക്കാൻ ജനിച്ചവരല്ല. പേരെടുക്കാൻ എതിർപ്പാണ് ഏറ്റവും നല്ലത്. എതിർപ്പല്ലാതൊരു സമന്വയം ഇവരുടെ ഭാഷയിലില്ല, പരിഹാരങ്ങളുടെ നിർദ്ദേശമില്ല. സമരക്കാർക്കാർക്കും ശരിയല്ല. ഒരു സമരക്കാരും ഇന്നുവരെ പരിഹാരങ്ങൾ എല്ലാത്തിനെയും സമന്വയിപ്പിച്ച് സമുചിതവും സമഗ്രവുമായ പരിഹാരം ഇന്ത്യയിൽ നിർദ്ദേശിക്കുന്നതായി കേൾക്കുന്നില്ല. ജാതികൾക്കും മതങ്ങൾക്കും വർഗങ്ങൾക്കും വർണ്ണങ്ങൾക്കും രാഷ്ട്രീയത്തിനും എല്ലാം അവരവരുടെ താല്പര്യങ്ങളല്ലാതെ സമഗ്രമായൊരു പരിഹാരം ജനതയിൽ ഏൽപ്പിക്കുവാൻ കഴിയുന്നില്ല. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഇന്നത്തെ ശാപം.